അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഇന്നലെ വട്പൂർണിമയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടൊന്ന് വന്നു. ഈ ദിവസം ഉണ്ടല്ലോ, ഇവിടുത്തെ സുമംഗലിയായിട്ടുള്ള സ്ത്രീകൾ അവരുടെ 7 ജന്മത്തിലും ഇതേ ആളെ തന്നെ ലൈഫ് പാർട്ട്ണറായി കിട്ടാൻ വേണ്ടിയിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ആൽമരത്തിൽ പൂജിച്ചിട്ടുണ്ടല്ലോ, നൂല് കൊണ്ട് 7 തവണ വലം വെക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് വ്രതം അനുഷ്ഠിച്ച് പൂജ ചെയ്യുന്നു. കഠിന വ്രതം അനുഷ്ഠിച്ച് തൻ്റെ ഭർത്തൃജീവൻ യമധർമ്മനിൽ നിന്നും തിരിച്ചു പിടിച്ച സത്യവാൻ സാവിത്രിയുടെ കഥ ഓർമ്മല്ലേ? ആ കഥയാണ് ഈ വട്പൂർണിമയുടെ മിത്ത് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ പൂജ കഴിഞ്ഞ ശേഷം മാത്രമേ കേട്ടോ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടീസിൻ്റെ സ്കൂളിൽ ഇന്നലെ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർക്ക് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ലഞ്ചും സ്നാക്സും മാത്രം കൊടുത്തയച്ചാൽ മതി പറഞ്ഞു കേട്ടോ. അവർ സ്കൂളിലെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കയറി കാണണേ. 9 ആകുമ്പോഴേക്കും അവർ സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പൂജയും മറ്റൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ അത്. കോർപ്പറേഷൻകാർ